നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവാർഡിന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തില്ല. അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനെ വിളിക്കുന്നത്. നിന്നെ പോലെ സ്വന്തം ഡിഗ്നിറ്റി നോക്കാതെ തെരുവിൽ തെണ്ടാൻ ഇറങ്ങുന്നവർക്കൊന്നും ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് തരാൻ പറ്റില്ല എന്ന് പറയാൻ വിളിക്കുന്നതായിരിക്കും. ഗൗതം, നീ ആ കോൾ അറ്റൻഡ് ചെയ്തേ, എന്നിട്ട് സ്പീക്കർ ഫോണിലിടും. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഞാൻ ജോസഫ് വർഗീസ് സർ. മനസ്സിലായി, പറഞ്ഞോളൂ സർ. സർ, ഇത്തവണത്തെ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡിന് വേണ്ടി സാറിന്റെ ബിസിനസ് വിജയങ്ങളും ടേൺ ഓവറുകളും എല്ലാം ഞങ്ങൾ പരിഗണിച്ചു. ബിസിനസിന്റെ ഗ്രോത്തും പരിഗണിച്ചു. അതൊന്നും ഒട്ടും മോശമല്ല. പക്ഷേ അതിനേക്കാളൊക്കെ വലുതായി ഞങ്ങൾ പരിഗണിച്ചത് ഒരു സാധാരണ സ്കൂളിന് വേണ്ടി സ്കൂൾ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാർ തെരുവിലിറങ്ങി പണം സ്വരൂപിക്കാൻ ശ്രമിച്ചതിന്. ആ ഒരു എലിമെന്റ് തന്നെയാണ് ഈ അവാർഡ് കമ്മിറ്റിയെ ഗൗതം ഗോപിനാഥിനെ ഏകകണ്ഠമായി അവാർഡിന് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഇത്തവണയും ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് മിസ്റ്റർ ഗൗതം ഗോപിനാഥിന് തന്നെയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഒരു ബിസിനസ്മാൻ എത്രത്തോളം സോഷ്യൽ കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റിയും ഉള്ള ആളായിരിക്കണമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സാറിന്റെ ആ പ്രവൃത്തി. സാറിന്റെ ആ മൂവ്മെന്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എല്ലാ ജനങ്ങൾക്കും അതൊരു വലിയ ഇൻസ്പിറേഷനാണ് സർ. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് സർ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ടാ, എനിക്ക് ഒത്തിരി സന്തോഷായി. ഇപ്പൊ ഈ സന്തോഷത്തിൽ ഞാനിപ്പോ എന്താ ചെയ്യാ? ഒരു സ്വീറ്റ്സ് എടുത്തോണ്ട് വരാം. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു ഡിയർ. എക്സലന്റ് ഗൗതം, കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ. താങ്ക് യു സർ, താങ്ക് യു. ഏട്ടാ പൊളിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് സ്പെഷ്യൽ ചെലവ് നടത്തണം. ഓക്കേ അല്ലേ? എപ്പോ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ മതി.